ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഈ ഒരു ഏർപ്പാട്, കോഹാബിറ്റേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം, അത് ഇന്ന് നമ്മുടെ നാട്ടിലേക്കൊക്കെ പതിയെ പതിയെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ വ്യാപകമായ സൊസൈറ്റി കഴിഞ്ഞുപോയിട്ടുണ്ട്. നമുക്കറിയാം 1960-നും 70-നും ഇടയിലുള്ള യൂറോപ്പ് സെക്ഷൽ റവല്യൂഷൻ എന്നാണ് ആ കാലഘട്ടത്തിന് തന്നെ അറിയപ്പെടുന്നത്. സെക്ഷൽ റവല്യൂഷൻ, ലൈംഗിക വിപ്ലവം സംഭവിച്ചൊരു സ്ഥലമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അവിടെ ആ 70-ന് ശേഷം വളരെ വ്യാപകമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. രണ്ടുപേർ അവർ വിവാഹമില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന അവസ്ഥ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ലിവിങ് ടുഗദറിനെ കുറിച്ചുള്ള ചിത്രം എന്താ? രണ്ടാളുകൾ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ അത് നല്ലതല്ലേ? ഈ വിവാഹം, കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ് അല്ലേ? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഇല്ലാതാകുന്നു. കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ അമ്മായിയമ്മ ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, ഗാർഹിക പീഡനം ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം. നേരത്തെ പറഞ്ഞതുപോലെ സിനിമയും റീലുകളും അതുപോലെ തന്നെ ഷോർട്സും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചില ചിത്രങ്ങളുണ്ട്. അതിങ്ങനെയായിരിക്കാം. പക്ഷേ നമ്മൾ പലപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് വിവാഹം വേണ്ട എന്ന്, അല്ലെങ്കിൽ വിവാഹത്തിനോട് ഒരു വ്യക്തി ഉണ്ടാവാൻ കാരണം ഗാർഹിക പീഡനങ്ങളാണ് അല്ലേ? പക്ഷേ പഠനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഈ ലിവിങ് ടുഗദർ ബന്ധങ്ങളിലാണ് ഫിസിക്കൽ അബ്യൂസ് ഏറ്റവും കൂടുതൽ. ഫിസിക്കൽ അബ്യൂസ് ഏറ്റവും കൂടുതൽ, എത്രയോ ഇരട്ടി, 6ഉം 7ഉം 8ഉം ഇരട്ടി ഫിസിക്കൽ അബ്യൂസ്, അഥവാ നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്ന ഗാർഹിക പീഡനം എന്ന് പറയുന്ന സംഭവം, അത് ലിവിങ് ടുഗദറിലാണ് കൂടുതൽ. എന്തേ കാരണം? അതിനെക്കുറിച്ച് പഠിച്ച ഒരുപാട് റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് റെഫറൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, വീണ്ടും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താ പറയുന്നത്? വിവാഹമാകുമ്പോൾ അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ്. ആണിൻ്റെയും പെണ്ണിൻ്റെയും കുടുംബങ്ങൾ തമ്മിലാണ് അവിടെ യോജിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു സൊസൈറ്റിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പുരുഷൻ അബ്യൂസീവ് ആണെങ്കിൽ തന്നെ സ്ത്രീയെ അബ്യൂസ് ചെയ്യാനുള്ള ഒരുപാട് ബാരിയേഴ്സ് അവിടെയുണ്ട്. ആ ബാരിയേഴ്സ് ഒക്കെ കടന്നു കഴിഞ്ഞിട്ട് പുരുഷന് സ്ത്രീയെ ഉപദ്രവിക്കാൻ സാധിക്കുള്ളൂ. എന്നിട്ടും വിവാഹത്തിലൂടെ ഉപദ്രവിക്കുന്ന പുരുഷന്മാരുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, വളരെ കുറവാണെങ്കിലും. ഇനിവേ, ഈ ബാരിയേഴ്സ് ഒന്നുമില്ലാതാവുകയാണ് ലിവിങ് ടുഗദറിലൂടെ സംഭവിക്കുന്നത്. കാരണം അവിടെ രണ്ട് ഇൻഡിവിജ്വൽസ് മാത്രമേ ഉള്ളൂ. പുരുഷനാകട്ടെ ബയോളജിക്കലി ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, ബയോളജി പറയുന്നതാണ്, നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് കൂടിയ പുരുഷൻ സ്ത്രീയെ ഉപദ്രവിക്കുന്നതിൻ്റെ റേറ്റ് വളരെ കൂടുകയാണ്. അങ്ങനെയാണ് വിവാഹത്തിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ലിവിങ് ടുഗദറിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, ഫിസിക്കലി പീഡിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മൾ ആലോചിക്കുമോ? നമ്മുടെ നേരത്തെ പറഞ്ഞ സാമാന്യ യുക്തിയിൽ ഇങ്ങനെ ഒരു സാധനം വരുമോ? അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? അത് രണ്ട് വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അല്ലേ, അവരുടെ ഇഷ്ടമല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ആലോചനയിലേക്ക്, ചിന്തയിലേക്ക് കടന്നു വരുമോ? ഇത്